അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ കണവ വാങ്ങി. എനിക്ക് കണവ ഇഷ്ടമാണ്, പക്ഷേ ഈ കണവ കഴിക്കുമ്പോൾ എൻ്റെ വയറിന് ചെറിയൊരു പ്രശ്നമൊക്കെ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം കണവ കഴിക്കാൻ താല്പര്യപ്പെടാറില്ല. പിന്നെ കഴിവാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൽ മുകളിലൊരു കുഞ്ഞു പാട പോലൊരു സാധനം ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ക്ലീനാക്കാൻ വലിയ കഷ്ടമൊന്നുമില്ല കേട്ടോ. സാധാ മീൻ പോലെ നമുക്ക് അങ്ങനെ വലിയ സ്മെല്ലൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണ് ക്ലീനാക്കാൻ. ആദ്യം ഞാൻ വിചാരിച്ചു ഒന്ന് കറി വെക്കാമെന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട തോരൻ വെക്കാം. തോരൻ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും എല്ലാ കണവയിലും കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. ഏകദേശം എല്ലാ കണവയിലും. ഞാൻ ആദ്യമായിട്ടാണ് ഈ കണവ കഴിവുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കാണുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ, സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. പൊതുവെ കണവ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്തോളും. ആ കുക്കറിൽ കുറച്ച് 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ എന്താണ് കുക്കറിൽ വെച്ച് ഞാനൊരു 10 വിസിലാണ് വെച്ചത് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെക്കാം. എന്നിട്ട് ഇതിൽ കുഞ്ഞുള്ളി നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത ശേഷം നമ്മൾ എണ്ണയിൽ കടുവറുത്ത് ഈ കുഞ്ഞുള്ളി ഇടണം. കുഞ്ഞുള്ളി ഇട്ട ശേഷം നമ്മുടെ കുക്കറിൽ ഇരിക്കുന്നില്ലേ കണവയും തട്ടി നമ്മൾ സാധാ തോരൻ അരക്കത്തില്ലേ അതുപോലെ അരച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കണവ തോരൻ റെഡിയാവും. വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ.